എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കൈപ്പറമ്പ് ഭഗവതിയെയും മഹാദേവനെയും ശ്രീ ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയുടെ നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്ന ഈ സമയത്ത്, മഹാദേവൻ്റെ ദ്രവ്യകലശം നടക്കുന്ന സമയത്ത് ഇന്നിവിടെ വരാനും പ്രഭാഷണം എന്നുള്ള ഭാവത്തിലൊക്കെ ആകുമെന്ന് അറിയില്ല. നമുക്കെന്തായാലും കുറച്ച് സമയം അമ്മയെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളത് മാത്രമാണ് കരുതുന്നത്. അതിനു മുമ്പായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കീർത്തനം അമ്മയ്ക്ക് ഇന്ന് സമർപ്പിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മണികണ്ഠനോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മണികണ്ഠൻ എപ്പോഴും ഉണ്ടാവട്ടെ. കൊള്ളന്നൂരിലെ കാർത്യായനി ഭഗവതിയുടെ അനുഗ്രഹവും എപ്പോഴും മണികണ്ഠൻ ഓൾറെഡി ഉണ്ട്. ഇവിടെ കൈപ്പറമ്പ് അദ്ദേഹത്തിൻ്റെ തട്ടകം കൂടിയാണെന്ന് പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ലിറിക്സ് നോക്കിയപ്പോൾ വളരെ ഗംഭീരമായിട്ട് തിരുമേനി എഴുതിയിട്ടുമുണ്ട്. നിങ്ങളതിൻ്റെ മണികണ്ഠൻ വളരെ മനോഹരമായിട്ട് സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളതിൻ്റെ ആ ഈണത്തിൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ ലിറിക്സും കൂടെ നോക്കിയാൽ, ഞാനിവിടെ പറയായിരുന്നു, ഇപ്പം കൈപ്പേറുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് മാറ്റിത്തരുന്നവളാണ് കൈപ്പറമ്പ് കാവത്തെ ഭഗവതി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടുള്ളൊരു വരികളെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഈണം കൊണ്ട് ഇവിടെ ഒരു സൃഷ്ടിയുടെ ഭാവത്തിൽ അമ്മയ്ക്ക് സമർപ്പിച്ച മണികണ്ഠനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു. എല്ലാ അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്നേ ദിവസം അമ്മയുടെ കലശ ചടങ്ങുകളുടെ 2ാം ദിവസമാണ്. അപ്പം ഇവിടെ രാവിലെ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ അമ്മയെ വന്ന് തൊഴുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഭഗവത്സേവ നടന്ന സമയമായിരുന്നു. ഇപ്പോൾ ഒരു നവീകരണ കലശം നടക്കുന്നൊരു സമയം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രം വീണ്ടും അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഊർജത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. കലശം എന്നുള്ള വാക്കിന് തന്നെ പല മാനങ്ങൾ പറയാറുണ്ട്. കലകൾ ശയിക്കുന്നത് കൊണ്ട് കലശം എന്നാണ് ഭാവം. ഏത് കല? നമ്മൾ ഉദ്ദേശിക്കുന്ന ഭരതനാട്യം അങ്ങനത്തെ കലകളല്ല. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ ആധ്യാത്മികതയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ ഈശ്വരനോട് പറയാനും ആ ആവശ്യങ്ങളൊക്കെ ഈശ്വരൻ നമുക്ക് നടത്തിത്തരും എന്നുള്ള ഭാവത്തിലുമാണ്. അല്ലാതെ ഭക്തി ഉണ്ടാവണേ ഭഗവതി എന്ന് പറഞ്ഞ് എത്ര പേർ ഗുരുവായൂരും ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും പോകാറില്ല. ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലേ? അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. 42 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത ഒരാൾ എനിക്ക് അങ്ങ് മാത്രമേ ശരണം എന്നും പറയാറുണ്ടോ? ഒരു പെൺകുട്ടിയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കും. അതൊരു തെറ്റായിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത് എനിക്കറിയില്ല. ആഗ്രഹങ്ങൾ ചോദിക്കരുത്, ഭക്തി മാത്രം. അത് കുറേ കൂടെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിട്ട് മാറും. നമ്മളൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് ഈശ്വരനിൽ നിന്ന് പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ ഇവിടെ കൈപ്പറമ്പ് വന്ന്, അമ്മേ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ, അമ്മേ എൻ്റെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കണേ, എൻ്റെ ഗൃഹത്തിൻ്റെ ജോലി വീട് പണി പെട്ടെന്ന് നടപ്പിലാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ തരത്തിൽ ദേവിയുടെ അനുഗ്രഹ കല എന്നൊന്നുണ്ട്. ദേവി അനുഗ്രഹിക്കണം. ആ അനുഗ്രഹിക്കാനുള്ള ചൈതന്യം ദേവിയിൽ ഉണ്ടായിരിക്കണം. കാലക്രമേണ നടക്കുന്ന പലതരത്തിലുള്ള ശോഷണങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം ഉണ്ടായ സമയത്തോ അല്ലെങ്കിൽ ഇതിനു മുമ്പൊരു കലശം നടന്ന സമയത്തോ ഉള്ള ചൈതന്യമായിരിക്കില്ല ഇപ്പോൾ ദേവിയിൽ ഉണ്ടാവുക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പം ആ ചൈതന്യത്തിലുണ്ടായ കുറവ് അനുഗ്രഹത്തെയും ബാധിക്കും. പൂർവാവസ്ഥയിൽ വീണ്ടും ദേവിയുടെ ചൈതന്യം എത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അർഹത ഉള്ളതാണെങ്കിൽ നടത്തിത്തരാൻ ഭഗവതിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവതി തന്നെ വീണ്ടും അമ്മയുടെ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലശം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവനാഡിയാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും പേർ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും കലശത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. കാരണം എന്നെ പല സ്ഥലങ്ങളിലും കലശ സമയത്ത് പ്രഭാഷണങ്ങൾക്ക് വിളിക്കുമ്പോൾ പൊതുവിൽ കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളോട് കലശ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു മനോഭാവവും ഉത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന മനോഭാവവും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്.